ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരുടെയും മുമ്പിൽ ദൈവവചനമായി വരുവാൻ കർത്താവ് തന്ന ഈ അവസരത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, ഈ വചനം പറയാൻ അടിയനെ ബലപ്പെടുത്തുന്നതോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചേറിയ വചനം ക്രിയ ചെയ്യുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം ദൈവാത്മാവിനോടും ശക്തിയോടും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ബഹുനിശ്ചയത്തോടും കൂടെ പുറപ്പെടുന്നതുകൊണ്ട് സ്തുതിക്കുന്നു. അനേകർക്ക് വിടുതലും സൗഖ്യമാക്കി മാറ്റുന്നതിനെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ദൈവിക രോഗസൗഖ്യത്തെപ്പറ്റി, ദൈവിക അവകാശങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കട്ടെ. എല്ലാം നസ്രാനെ യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് പരിശോധിക്കാം. എന്നിട്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ മറുപടി നമുക്ക് അറിയണമെന്നില്ല. അപ്പം ഇങ്ങനെ നമുക്ക് പരിശോധിക്കുമ്പോൾ കൂടുതൽ വചനത്തിൽ നിന്നുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടും. നമ്മുടെ വിശ്വാസ വർധനയ്ക്ക് അത് സഹായിക്കും. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരാം. മെഡിക്കൽ സയൻസ് എനിക്ക് ഇപ്പം അല്ലെങ്കിൽ ആർക്കെങ്കിലും മെഡിക്കൽ സയൻസ് ഒരാൾക്ക് കംപ്ലീറ്റ് സൗഖ്യം ഗ്യാരണ്ടി ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷനിൽ മെഡിക്കൽ സയൻസ് പറയുകയാണ് ഈ രോഗത്തിന് അല്ലെങ്കിൽ ഈ ഒരു ബലഹീനതയ്ക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു വിടുതലില്ല, രോഗസൗഖ്യം മെഡിക്കൽ സയൻസിന് തരാൻ പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പക്ഷേ ഒരു പാർഷ്യൽ ഹീലിങ്ങോ അതിനോട് എങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെ ജീവിച്ചു പോകാമെന്നുള്ള മെഡിക്കൽ സയൻസ് പറയുന്നു. ആ മെഡിക്കൽ സയൻസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഈ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിന് ഒരാൾക്ക് രോഗം വന്നു, മെഡിക്കൽ സയൻസിനാണ് ആ രോഗത്തിന് അല്ലെങ്കിൽ ആ ബലഹീനതയ്ക്ക് കംപ്ലീറ്റ് സൗഖ്യമില്ല, പക്ഷേ ഒരു പാർഷ്യൽ സൗഖ്യത്തോടെ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ജീവിച്ചു പോകാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കർത്താവിൽ നിന്ന് ഒരു കംപ്ലീറ്റ് രോഗസൗഖ്യം പ്രാപിക്കാൻ പറ്റുമോ? പക്ഷേ അതിൻ്റെ റിയാലിറ്റിന്ന് വെച്ചാൽ പലപ്പോഴും കംപ്ലീറ്റ് രോഗസൗഖ്യം മനുഷ്യൻ പ്രാപിക്കുന്നത് നാം കാണുന്നില്ല. കുറച്ച് പേർ അങ്ങനെയുള്ള കേസുകളിൽ കംപ്ലീറ്റ് രോഗസൗഖ്യം പ്രാപിച്ചവരുണ്ട്, പക്ഷേ അത് കൂടുതലൊരു എക്സെപ്ഷൻസ് പോലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കർത്താവ് കുറച്ച് പേർക്ക് കംപ്ലീറ്റ് രോഗസൗഖ്യം കൊടുക്കുകയും കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കുകയുമാണോ? ചിലപ്പോൾ ഒരുപക്ഷെ കർത്താവിൻ്റെ ഹിതം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ഹീലിംഗ് മെഡിക്കൽ സയൻസ് ഗ്യാരണ്ടി ചെയ്യാത്ത സിറ്റുവേഷനിൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ രോഗസൗഖ്യം കിട്ടുമായിരിക്കും, കുറച്ച് പേർക്ക് രോഗസൗഖ്യം കിട്ടത്തില്ല. ഒരുപക്ഷെ കർത്താവിൻ്റെ ഹിതം കുറച്ച് പേർക്ക് രോഗസൗഖ്യം കിട്ടുന്നതും കുറച്ച് പേർക്ക് രോഗസൗഖ്യം കിട്ടാതെയുമായിരിക്കും. ഇതാണ് ചോദ്യം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ട് രോഗസൗഖ്യം ഗ്യാരണ്ടി ചെയ്യാത്ത സിറ്റുവേഷനിൽ എനിക്ക് ഒരു കംപ്ലീറ്റ് രോഗസൗഖ്യം കിട്ടാൻ സാധിക്കുമോ? പലപ്പോഴും അത് ഇങ്ങനെയുള്ള കേസിൽ ആൾക്കാർ കംപ്ലീറ്റ് രോഗസൗഖ്യം കിട്ടുന്നത് കാണുന്നില്ല. അപ്പം ഇങ്ങനത്തെ കേസിൽ എനിക്ക് അല്ലെങ്കിൽ ഒരാൾക്കൊരു മെഡിക്കൽ സയൻസ് കംപ്ലീറ്റ് രോഗസൗഖ്യം ഗ്യാരണ്ടി ചെയ്യാത്തൊരു കേസിൽ ഒരു കംപ്ലീറ്റ് രോഗസൗഖ്യം കർത്താവിന് പ്രാപിക്കാൻ സാധിക്കുമോ? അപ്പം ഇതാണ് മെയിൻ ക്വസ്റ്റ്യൻ, ആണ് അനേകരുടെ ഉള്ളിലുള്ളത്. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഈ ചോദ്യത്തിൻ്റെ മറുപടി പരിശോധിക്കാം. നേരത്തെ ഇപ്പോൾ ഈ മറുപടികളുടെ കണ്ടൻറ്റ് നേരത്തെ വീഡിയോ ആയിട്ട് കുറച്ച് റെപ്പറ്റേറ്റീവ് ആയിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് ഈ ചോദ്യത്തോട് ബന്ധപ്പെട്ട് നമുക്കിത് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിഷ്യലായിരിക്കും. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യം. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത്? കർത്താവ് ജനത്തിലുള്ള സകല വ്യാധിയെയും ദീനത്തെയും സൗഖ്യമാക്കുകയും ചെയ്തു. സകല വ്യാധിയെയും ദീനത്തെയും സൗഖ്യമാക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നില്ല മെഡിക്കൽ സയൻസ് പറഞ്ഞ
വ്യാധികളെയും ദീനത്തെയും സൗഖ്യമാക്കിയെന്നോ മെഡിക്കൽ സയൻസ് ഗിവ് അപ്പ് ചെയ്ത കേസുകളിൽ മാത്രം സൗഖ്യമാക്കിയെന്ന് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നില്ല. സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. സകല ദീനത്തെയും വ്യാധിയെയും. മെഡിക്കൽ സയൻസ് രോഗസൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞ കേസുകളുണ്ടാകും, മെഡിക്കൽ സയൻസ് സൗഖ്യമില്ല എന്ന് പറഞ്ഞ കേസുകളുണ്ടാകും. പക്ഷെ കർത്താവ് സൗഖ്യമാക്കിയ സകല ദീനത്തെയും വ്യാധിയെയും. അപ്പോൾ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സകല ദീനത്തെയും വ്യാധിയും, ഇവിടെ പറയും ദീനത്തെയും വ്യാധിയെയും. ഇപ്പം എടുത്തു പറയാൻ ഇതിൻ്റെ ഫുൾ അർത്ഥം എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് നോക്കിയപ്പോൾ he healed every kind of disease and every kind of sickness. എടുത്തു പറയുന്നു every kind of disease and every kind of sickness. ഇപ്പം എന്താണ് ഡിസീസും സിക്നസ് തമ്മിലുള്ള മാറ്റം ഫുള്ളായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന സകല രോഗങ്ങളെ സകല ദീനത്തെയും വ്യാധിയെയും കർത്താവ് സൗഖ്യമാക്കി. മെഡിക്കൽ സയൻസ് ഗിവപ്പ് ചെയ്ത കേസുകളും മെഡിക്കൽ സയൻസ് ഒരുപക്ഷെ സൗഖ്യമാക്കാൻ പറ്റുന്ന കേസ് സകലത്തെയും കർത്താവ് സൗഖ്യമാക്കി. ഇപ്പം ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അതേ വേറൊരു വേദഭാഗം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ നിവൃത്തിയാകുവാൻ തന്നെ സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതേ കാര്യം നമുക്ക് കാണാം. സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. സകല ദീനക്കാരെയും സൗഖ്യമാക്കി. എടുത്തു പറയുന്നുണ്ട് സകല വ്യാധിയെയും സകല ദീനക്കാരെയും സൗഖ്യമാക്കി. ചെറിയ രോഗങ്ങളുള്ളവരുണ്ടാകാം, വലിയ രോഗങ്ങളുള്ളവരുണ്ടാകാം, ലൈഫ് ത്രെട്ടനിങ് രോഗങ്ങളുണ്ടാകാം, ലൈഫ് ത്രെട്ടനിങ് അല്ലാത്ത രോഗങ്ങളുള്ളവരും ഉണ്ടാകാം. വളരെ സീരിയസ് രോഗങ്ങളുണ്ടാകാം, വളരെ സീരിയസ് അല്ലാത്ത രോഗങ്ങളും ഉണ്ടാകും. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കൂടുതൽ സീരിയസ് ഉള്ളവരായിരിക്കും കൂടുതലും തോന്നുകയാണ് അവർ കർത്താവിൻ്റെ അടുത്തോട്ട് വരും. പക്ഷെ കർത്താവ് പറയുന്നു സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. He healed every kind of disease and every kind of sickness. അപ്പം ഇതിനോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ കാരണം കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അതേ നമ്മൾ വായിച്ച അതേ വേദഭാഗത്തിൻ്റെ 17-ാം വാക്യം നമുക്ക് നോക്കാം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. അവൻ സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിൻ്റെ കാരണം കർത്താവ് നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് കഴിഞ്ഞ് ക്രൂശിൽ നിന്ന് നേരത്തെ നമ്മൾ കണ്ടുപോലെ ക്രൂശിൽ നമുക്ക് ആത്മാവിനുള്ള രക്ഷ മാത്രമല്ല നമ്മുടെ ശരീരത്തിനുള്ള സൗഖ്യം കർത്താവ് തന്നിട്ടുണ്ട്. ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. നമ്മുടെ സകല ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു കഴിഞ്ഞ് രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. ചെറിയ രോഗമായിരിക്കാം, വലിയ രോഗമായിരിക്കാം, ലൈഫ് ത്രെട്ടനിങ് രോഗമായിരിക്കാം, അല്ലാത്ത രോഗം. പക്ഷെ കർത്താവ് നമ്മുടെ സകല ബലഹീനതകളെടുത്ത് വ്യാധികളെ ചുമന്നു കഴിഞ്ഞ് അവൻ സകല ദീനത്തെയും വ്യാധിയെയും അവൻ സൗഖ്യമാക്കി. ഇതിനോട് ബന്ധപ്പെട്ട് ഇപ്പം ഈ നമ്മൾ വായിച്ച വേദഭാഗം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം യെശയ്യാ പ്രവാചകൻ പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രൈസ്, എത്ര മനോഹരമായൊരു വാക്ക്. അവൻ നമ്മുടെ സകല ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു.
അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. യേശു കർത്താവ് സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് രോഗസൗഖ്യം തന്നിട്ടുണ്ട്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യം വന്നുമിരിക്കുന്നു. അടിപ്പിണരുകളാൽ രോഗസൗഖ്യം വരുമെന്നല്ല, വന്നുമിരിക്കുന്നു. കർത്താവ് സകല ദീനക്കാരെയും വ്യാധികളെയും സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. യേശു ക്രിസ്തു ഇന്നലും ഇന്നലെയും എന്നും എന്നേക്കും അനന്യം തന്നെ. കർത്താവ് അന്ന് ചെയ്ത് ഇന്നും ചെയ്യുന്നു. സകല ദീനക്കാരെയും വ്യാധികളെ സകല ദീനത്തെയും വ്യാധിയെയും അവൻ സൗഖ്യമാക്കി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കർത്താവിൻ്റെ ഇതാണ് നമ്മുടെ രോഗസൗഖ്യം. ചെറിയ രോഗമായിരിക്കാം, വലിയ രോഗമായിരിക്കാം, ലൈഫ് ത്രെറ്റനിങ് രോഗമായിരിക്കാം, അല്ലായിരിക്കാം, മെഡിക്കൽ സയൻസ് ഹീൽ ചെയ്യുന്ന രോഗമായിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ കർത്താവ് സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. രോഗസൗഖ്യം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അത് വിശ്വാസത്താൽ പ്രാപിക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കുറച്ച് റെപ്പിറ്റേറ്റീവാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നേരത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കാണാവുന്നതാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, കർത്താവ് നമുക്ക് രോഗസൗഖ്യം തന്നിട്ടുണ്ട്. സകല ദീനത്തെയും വ്യാധിയെയും കർത്താവ് സൗഖ്യമാക്കി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്ന് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ചെറിയ രോഗമാകട്ടെ, വലിയ രോഗം, കർത്താവ് നമുക്ക് സൗഖ്യം തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാൻ നമുക്ക് വിശ്വാസത്താൽ പ്രാപിക്കും. അപ്പം ഇത് കേൾക്കുമ്പോൾ വേറെ ചോദ്യം നമുക്ക് വരാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർ എല്ലാവരും രോഗസൗഖ്യം പ്രാപിക്കുന്നില്ല? ഇതൊക്കെ ശരിയാണെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ, എന്തുകൊണ്ട് എല്ലാവരും രോഗസൗഖ്യം പ്രാപിക്കുന്നില്ല? സഭയിൽ പോലും പലപ്പോഴും മെഡിക്കൽ സയൻസിൻ്റെ പരിമിതികളിലാണ് നമ്മൾ രോഗസൗഖ്യം കാണുന്നത്. ആൾക്കാർ രോഗികളാകുമ്പോൾ ഡോക്ടറെ കാണും, ഡോക്ടർ തന്നെ മെഡിസിനൊക്കെ എടുക്കും. പലപ്പോഴും ആ ഉള്ള രോഗം അല്ലെ ബലഹീനത മെഡിക്കൽ സയൻസിൻ്റെ സൗഖ്യ പരിമിതിയിലുണ്ടെങ്കിൽ അവർ സൗഖ്യം പ്രാപിക്കും. അല്ല എങ്കിൽ പലപ്പോഴും വിശ്വാസികൾ പോലും ഈ രോഗത്താലുള്ള ബലഹീനതയോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു കാണും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. വളരെ കുറച്ച് എക്സെപ്ഷൻസ് കാണും. പക്ഷേ ഈ നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ശരിയായിരുന്നുവെങ്കിൽ ഇവരെല്ലാവരും രോഗസൗഖ്യം പ്രാപിക്കേണ്ടതല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മളത് കാണുന്നില്ല? ഒരിക്കലും ഞാൻ ചോദ്യം പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാം ശരിയാണെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും രോഗസൗഖ്യം പ്രാപിക്കുന്നില്ല? പലപ്പോഴും സഭയ്ക്കകത്ത് പോലുള്ള സൗഖ്യങ്ങൾ മെഡിക്കൽ സയൻസിൻ്റെ പരിമിതികൾക്കനുസരിച്ചാണ് വരുന്നത്. മെഡിക്കൽ സയൻസ് ആ രോഗത്തിന് സൗഖ്യം തരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പ്രാപിക്കുന്നു. അല്ല എങ്കിൽ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് അവർ ജീവിച്ചു തുടങ്ങുന്നു. വളരെ കുറച്ച് എക്സെപ്ഷൻസ് കാണാം. ഇതെല്ലാം ശരിയായിരുന്നെങ്കിൽ സകലരും രോഗസൗഖ്യം പ്രാപിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് നാം അത് കാണുന്നില്ല? വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഈ കാര്യത്തിൽ എൻ്റെ ഫുൾ റിപ്ലൈ എനിക്കറിയത്തില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് നമുക്കൊരനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നാം അത് പ്രാപിക്കണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായൊരു മർമ്മം. കർത്താവ് നമുക്കൊരനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നാം അത് പ്രാപിക്കണമെന്നില്ല. നാം അത് ഓട്ടോമാറ്റിക്കലി കർത്താവ് എനിക്കൊരു അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം ഞാനത് ഓട്ടോമാറ്റിക്കലി പ്രാപിക്കണമെന്നില്ല. അത് വിശ്വാസത്താൽ ഏറ്റെടുത്താൽ മാത്രമേ അത് ഞാൻ പ്രാപിക്കുകയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഉദാഹരണത്തോടെ നമുക്ക് മനസ്സിലാക്കാം. രക്ഷ എന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ഉദാഹരണം നമുക്ക് നോക്കാം. 1 തിമോത്തി 2-4 വാക്യങ്ങൾ. അത് നമ്മുടെ രക്ഷിതാവായ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകും. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു.
നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകും. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു. സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷ യേശുക്രിസ്തുവിനാൽ കർത്താവ് തുറന്നു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം എല്ലാവരും ഓട്ടോമാറ്റിക്കലി രക്ഷിക്കപ്പെടുന്നുണ്ടോ? കർത്താവ് സകല മനുഷ്യർക്കും രക്ഷ, യഹൂദന്മാർക്ക് മാത്രമല്ല ജാതികൾക്കും എല്ലാം കൊടുത്തു കഴിഞ്ഞു. സ്വന്തം പുത്രനെ കൊന്ന് കർത്താവ് സകല മനുഷ്യർക്കും വേണ്ടി രക്ഷയുടെ വാതിൽ തുറന്നു കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം സ്പെസിഫിക് ആയിട്ടിവിടെ പറയുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും കർത്താവ് ആഗ്രഹിക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുന്നുണ്ടോ? നമുക്കറിയാം, ഇല്ല. ആരാണ് രക്ഷ പ്രാപിക്കുന്നത്? അനേക വചനമുണ്ട്, ഒരു വചനം മാത്രം നോക്കി മുന്നോട്ട് പോകാം. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ രക്ഷയുടെ സുവിശേഷം വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! ഇത്ര മനോഹരമായ ഒരു വാക്ക്. കർത്താവ് രക്ഷ, സ്വന്തം പുത്രനെ കൊന്ന രക്ഷയുടെ വാതിൽ സകല ജനങ്ങൾക്കും തുറന്നു കഴിഞ്ഞു. എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാവരും ഓട്ടോമാറ്റിക്കലി രക്ഷിക്കപ്പെടുന്നു. വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന രക്ഷയുടെ സന്ദേശം, സുവിശേഷം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഓഹോ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! എൻ്റെ ഉദാഹരണം, 17 വർഷം ഞാൻ കർത്താവിനെ അറിയാതെ നടന്നു. 17-ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷെ അത് ശരിക്കും കർത്താവിൻ്റെ കുഴപ്പമായിരുന്നു? അല്ല. പക്ഷേ രക്ഷയുടെ സുവിശേഷം എനിക്ക് ആ ഫുൾ ക്ലാരിറ്റി മനസ്സിലാക്കി വിശ്വസിച്ച് രക്ഷ പ്രാപിപ്പാനുള്ളൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു. ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ രക്ഷ എന്നും ഓപ്പണായിരുന്നു. പക്ഷെ 17 വർഷം ഞാനത് അറിഞ്ഞില്ല. കാരണം ആ രക്ഷയുടെ സുവിശേഷം അതിൻ്റെ ഫുൾ ക്ലാരിറ്റിയിൽ വിശ്വസിച്ച് ഏറ്റെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഫുൾ ക്ലാരിറ്റിയിൽ എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്കത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കർത്താവ് പണ്ടേ രക്ഷ എനിക്ക് അനുഗ്രഹം തന്നതായിരുന്നു. 17 വർഷം ഞാനത് ക്ലാരിറ്റിയിൽ മനസ്സിലാക്കി വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ രക്ഷ പ്രാപിച്ചില്ല. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കർത്താവ് ഒരു അനുഗ്രഹം നമുക്ക് തരുന്നതുകൊണ്ട് മാത്രം നാം ഓട്ടോമാറ്റിക്കലി അത് പ്രാപിക്കണമെന്നില്ല. നാം അത് വിശ്വസിച്ച് ഏറ്റെടുത്താൽ മാത്രമേ നാം പ്രാപിക്കുകയുള്ളൂ. ഇതിനോട് ബന്ധപ്പെട്ട് വേറെ ഭാഗമാക്കിയ ഹോശേയ 4:6. പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കും. അത്രയും പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകും. എൻ്റെ ജനം, അതായത് ഇന്നത്തെ ദൈവസഭയുടെ കാര്യമാണ് പറയുന്നത്. ഒരു അനുഗ്രഹം, കർത്താവ് അനേക അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഓരോ അനുഗ്രഹത്തെപ്പറ്റി ഒരു ക്ലാരിറ്റി, നല്ലൊരു പരിജ്ഞാനമില്ലായെങ്കിൽ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മൾ വരണമെന്നില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ! കർത്താവ് നമ്മുടെ വചനത്തിൽ കർത്താവ് നമുക്ക് അനേക അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചെന്ന അവനോട് നമുക്ക് സകലവും നൽകാതിരിക്കണം. സകലവും ദൈവാത്മാവിനാലുള്ള സകല അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം പറയാം. സ്വർഗത്തിലുള്ള സകല ആത്മീക അനുഗ്രഹം കർത്താവ് നമുക്കെല്ലാം തന്നിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റിയുള്ള ഒരു പരിജ്ഞാനം, ഒരു ക്ലാരിറ്റി മനസ്സിലാക്കാതെ, ക്ലാരിറ്റി ഇല്ലാതെ വന്നാൽ ഒരുപക്ഷെ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മിൽ വരണമെന്നില്ല. എൻ്റെ എക്സാമ്പിൾ തന്നെ പറയുക. എനിക്ക് 17 വർഷം ഞാൻ ജീവിച്ചു. ഞാനൊരു സഭയുടെ ഭാഗമായിരുന്നു. വചനം എന്തൊക്കെയോ കേട്ടുമായിരുന്നു. പക്ഷെ എന്നാൽ സത്യസുവിശേഷത്തിനുള്ള ക്ലാരിറ്റി,
വന്ന് ക്ലിയറായിട്ടുള്ള സുവിശേഷം, രക്ഷയുടെ മാർഗം കേട്ട്, രക്ഷയുടെ മാർഗം ഞാൻ എത്രയും നാൾ കേട്ടില്ല, അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ തക്കതായ വിശ്വാസം എന്നിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല. അതുപോലെ എൻ്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നു. കർത്താവ് നമുക്ക് അനേക അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ അതിനെപ്പറ്റിയുള്ളൊരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ, അതിനെപ്പറ്റിയുള്ള ക്ലാരിറ്റി, ഒരു കറക്റ്റ് പരിജ്ഞാനം നമുക്കില്ല എങ്കിൽ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മിൽ വരണമെന്നില്ല. ഇതാണ് മെയിൻ പ്രോബ്ലം. കർത്താവ് നമുക്ക് ഈ കേസിൽ, നമ്മുടെ കേസിൽ കർത്താവ് നമ്മൾ കണ്ടു, അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്ത് വ്യാധികളെ ചുമന്നു, അവൻ്റെ അടിപ്പിണരാൽ രോഗസൗഖ്യം വന്നുമിരിക്കുന്നു. ഇതെല്ലാം ഉണ്ട്, സകല ദീനത്തെയും വ്യാധിയെ സൗഖ്യം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ള രോഗസൗഖ്യത്തിലുള്ള കറക്റ്റ് പരിജ്ഞാനം നമുക്കില്ല എങ്കിൽ ഒരുപക്ഷെ ഇത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മിൽ വരണമെന്നില്ല. ഈ വീഡിയോകളുടെ ഉദ്ദേശം അതുതന്നെയാണ്. രോഗസൗഖ്യത്തെപ്പറ്റി ദൈവവചനത്തിൽ നിന്ന് ഒരു ക്ലാരിറ്റി, ദൈവവചനത്തിൽ നിന്നൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തരിക. അത് കേൾക്കുമ്പോൾ ആ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നമുക്ക് എന്താണ് അവകാശമായി തന്നേക്കുന്ന രോഗസൗഖ്യത്തിനോട് മനസ്സിലാക്കുമ്പോൾ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മൾ ഓരോരുത്തർക്കും വരട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഞാൻ പറയാം, നമുക്ക് പലപ്പോഴും കർത്താവ് തന്ന ഒരു കാര്യം തന്നതുകൊണ്ട് മാത്രം നാം അത് പ്രാപിക്കണമെന്നില്ല. ഈ വീഡിയോയിൽ കർത്താവ് നമുക്ക് രോഗസൗഖ്യം തന്നതിനെ പറ്റി ഒരു ക്ലാരിറ്റി നമ്മുടെ ഉള്ളിൽ വരട്ടെ. അങ്ങനെ ആ പരിജ്ഞാനത്തിൽ നമ്മൾ വളരട്ടെ. ആ പരിജ്ഞാനത്തിൽ വളരുമ്പോൾ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മൾ വന്ന് നമുക്കത് പ്രാപിപ്പാനിടയായിത്തീരും. ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വേദവാക്യം, റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനം അഥവാ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ, ദൈവവചനത്തിൽ രോഗസൗഖ്യത്തെപ്പറ്റി എന്തൊക്കെ പറഞ്ഞേക്കുന്നു മനസ്സിലാക്കി കേൾക്കുമ്പോൾ, കർത്താവ് സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കി, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാണെന്നുള്ളത് കേൾക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി, ഒരു കറക്റ്റ് പരിജ്ഞാനം വരുമ്പോൾ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നമ്മിലുള്ള നാം അത് പ്രാപിക്കുക തന്നെ ചെയ്യും. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു കൂടെ ഞാൻ പറയട്ടെ, വീഡിയോകളുടെ ഉദ്ദേശം ഇതാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. രോഗസൗഖ്യത്തെപ്പറ്റി ദൈവവചനത്തിൽ നിന്നൊരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തരിക. അതിൻ്റെ പരിജ്ഞാനത്താൽ നിങ്ങൾ നിറയുക. അത് കേൾക്കുമ്പോൾ, ആ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ അത് പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നിങ്ങൾ വരട്ടെ. കർത്താവ് തന്നേക്കുന്ന സകല ദീനത്തിനുള്ള സൗഖ്യം നിങ്ങൾ പ്രാപിക്കട്ടെ. ഓ പ്രൈസ് ദി ലോർഡ്. ഒരു കൂടെ ഞാൻ പറയാം, കർത്താവ് നമുക്കൊരു അനുഗ്രഹം തരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നാം ഓട്ടോമാറ്റിക്കലി അത് പ്രാപിക്കണമെന്നില്ല. നാം അത് വിശ്വാസത്താൽ ഏറ്റെടുത്താൽ മാത്രമേ നാം പ്രാപിക്കുകയുള്ളൂ. രക്ഷയുടെ എക്സാമ്പിൾ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ഈ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു നമ്മൾ. ഈ വീഡിയോകൾ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് നമുക്ക് രോഗസൗഖ്യം എന്താണ്, രോഗസൗഖ്യം ശരിക്കും തന്നിട്ടുണ്ടെന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. ദൈവവചനത്തിൽ നിന്നുള്ള രോഗസൗഖ്യത്തെപ്പറ്റി കറക്റ്റ് പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വരട്ടെ. ആ പരിജ്ഞാനം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ ആ രോഗസൗഖ്യം പ്രാപിക്കാൻ തക്കതായ വിശ്വാസം നിങ്ങൾ വരും. നിങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ഇതാണിതിൻ്റെ ഉദ്ദേശം. ഇതാണിതിൻ്റെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവകാശം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോകളിലൂടെ രോഗസൗഖ്യത്തെപ്പറ്റി ഒരു ക്ലിയർ പിക്ചർ, ദൈവവചനത്തിൽ നിന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വരട്ടെ. അതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. നാം അത് പ്രാപിക്കട്ടെ. സകല ദീനത്തിനും വ്യാധിയിലുള്ള സൗഖ്യം പ്രാപിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പാ, വചനഘോഷിപ്പാനടിയനെ സഹായിച്ചതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനം പറഞ്ഞു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. പലപ്പോഴും നമുക്ക് പരിജ്ഞാനമില്ല. രോഗസ്ഥിതി എന്തോ അങ്ങോ ഇങ്ങോ അറിയാം. പക്ഷേ ദൈവവചനം പറഞ്ഞ സകല ദീനത്തെയും വ്യാധി അങ്ങ് സൗഖ്യമാക്കി കഴിഞ്ഞു. അങ്ങയുടെ അടിപ്പെട്ടാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അപ്പാ,
യേശു ക്രിസ്തു ഇന്നലെയും തന്നെ കാനന്യം തന്നെ സകല വ്യാധിയങ്ങ് ക്രൂശിൽ വഹിച്ചിരിക്കാതെ ഈ ദൈവവചന സത്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് വരട്ടെ. അതിനാൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടപ്പ. ഈ ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ കർത്താവെ അത് വിശ്വാസമായി മാറട്ടെ. കർത്താവ് നമുക്ക് രോഗസൗഖ്യത്തെ പറ്റി തന്നേക്കുന്ന രോഗസൗഖ്യം എന്ന അവകാശം തന്നേക്കുന്നതിനെ പറ്റി വിശ്വാസം അവർക്ക് വർദ്ധിക്കട്ടെ. രോഗസൗഖ്യത്തിലുള്ള പരിജ്ഞാനം അവരുടെ ഉള്ളിൽ കയറട്ടെ. അത് വിശ്വാസമായി മാറട്ടെ. ആ രോഗസൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ് വിടുവിക്കപ്പെട്ട് നസ്രാനിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ സംഭവിച്ചിരിക്കുക സ്ഥിതി ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ. ഈ ദൈവവചനം ക്രിയ ചെയ്ത സാക്ഷ്യങ്ങൾ കേൾക്കട്ടെ. ഞങ്ങളുടെ വലിയ പ്രവർത്തിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. നസ്രാനി യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അടുത്ത വീഡിയോകളിൽ ഇതിനെപ്പറ്റിയുള്ള ഇനിയുള്ള ചോദ്യങ്ങളെപ്പറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അതുവരെ കർത്താവ് കാക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.